ഹോല മീഗോസ്. അപ്പോൾ ഒരു സൺഡേ സ്പെഷ്യൽ ഇഫ്താർ സ്പെഷ്യൽ സ്ട്രോബെറി ക്രീം ചീസ് കേക്ക് ആയാലോ. ആദ്യം തന്നെ ഒരു 5 to 10 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എടുത്തിട്ട് നന്നായിട്ടൊരു റോളർ വെച്ച് അത് പൊട്ടിച്ചെടുക്കുക. ഇത് നിങ്ങൾ മിക്സിയിലിട്ട് നിങ്ങൾക്ക് അടിച്ചെടുത്താലും മതി. അതിൽ 3 to 4 ടേബിൾ സ്പൂൺസ് ഓഫ് ബട്ടർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ബേസിലാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു 1 hour റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കുക. ഇൻ ദ മീൻ ടൈം ക്രീം ചീസ് എടുത്തിട്ട് നല്ല ബീറ്റർ കൊണ്ട് നന്നായിട്ട് അതൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിനെ സ്വീറ്റൻ ചെയ്യാൻ ഞാൻ കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺസ് ഓഫ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ബട്ടറി കൺസിസ്റ്റൻസി ആകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീമാണ്. ഒരു 2 to 3 ടേബിൾ സ്പൂൺസ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മാക്സിമം ഇതിൽ ലംസും കാര്യങ്ങൾ ഒന്നും വരാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചീസ് കേക്ക് സ്മൂത്ത് ആവില്ല. ഫൈനലി ഒരു 2 ടേബിൾ സ്പൂൺസ് ഓഫ് ജലാറ്റിൻ എടുത്തിട്ട് നല്ല ഹോട്ട് വാട്ടറിലിട്ട് അത് ഡിസോൾവ് ചെയ്യിക്കാൻ നോക്കുക. ഡിസോൾവ് ആവുന്നില്ലെങ്കിൽ അത് സ്റ്റൗവിൽ വെച്ച് നിങ്ങൾക്ക് ഹീറ്റ് ചെയ്യാം. സ്റ്റൗവിൽ വെച്ചാൽ ചെയ്യുന്നെങ്കിൽ ബെറ്റർ നിങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ക്രീം ചീസ് മിക്സിലോട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ തരികൾ പോലെ അതിൽ ഫോം ചെയ്യും. പിന്നെ ഫൈനൽ ആ ബാറ്ററിനെ നമ്മളുടെ ഈ ബിസ്ക്കറ്റ് ലെയർ ചെയ്തിരുന്ന ആ ഒരു ഇതിലോട്ടാക്കുക. ഫൈനലി ടോപ്പ് ചെയ്യാനായിട്ട് ഒരു 5 to 6 സ്ട്രോബെറീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളുടെ സ്റ്റൗവിൽ വെച്ച് അത് നന്നായിട്ടൊരു ജാം കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ചീസ് കേക്കിലോട്ട് ലെയർ ചെയ്യുക. ഇത് മിനിമം ഒരു 3 hours എങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യണം. സോ യമ്മി ചീസ് കേക്ക് ഇസ് റെഡി.